മലയാള സിനിമയിൽ ഒരു കാലത്ത് റൊമാന്റിക് ഹീറോ എന്ന് പറഞ്ഞാൽ അത് ശങ്കറായിരുന്നു. മലയാള സിനിമയിലെ എക്കാലത്തെയും പ്രിയപ്പെട്ട നായകന്മാരിൽ ഒരാളായിരുന്നു ശങ്കറിന് അപ്രതീക്ഷിതമായ ചില തിരിച്ചടികൾ ലഭിച്ചത്. പെട്ടെന്ന് സിനിമയിൽ നിന്ന് അപ്രത്യക്ഷനായ നടൻ പിന്നീട് ചില ചെറിയ വേഷങ്ങളിൽ സിനിമകളിൽ പ്രത്യക്ഷപ്പെടുക മാത്രമാണ് ഉണ്ടായത്. ശങ്കറിന് എന്താണ് സംഭവിച്ചത് എന്ന് പല സിനിമാ പ്രേമികൾക്കും ഉള്ളിലെ ചോദ്യമാണ്. അടുത്തിടെ നൽകിയ അഭിമുഖത്തിൽ തന്റെ സിനിമാ ജീവിതത്തെക്കുറിച്ചും സഹപ്രവർത്തകരായ മോഹൻലാലിനെയും മമ്മൂട്ടിയെക്കുറിച്ചും നടൻ മനസ്സ് തുറന്നു. തന്റെ കരിയറിലെ ഉയർച്ചത്താഴ്ചകളെക്കുറിച്ചുമുള്ള അദ്ദേഹത്തിന്റെ വാക്കുകളാണ് സമൂഹമാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത്. മോഹൻലാലിന്റെ വളർച്ചയിൽ എനിക്ക് എന്നും സന്തോഷം മാത്രമേ ഉള്ളൂ. ഞാൻ തുടക്കം മുതൽ കാണുന്നതാണ് ലാലിനെ. അദ്ദേഹത്തിന്റെ വെർസലാലിറ്റി ഞാൻ മനസ്സിലാക്കി. ഒരു ഹ്യൂമർ കഥാപാത്രം ചെയ്യാൻ സാധിക്കുന്ന ആക്ടർക്ക് ഏത് വേഷം അനായാസം ചെയ്യാം. മോഹൻലാൽ ഉയരങ്ങളിലെത്തുമെന്ന് എനിക്ക് അന്നേ അറിയാമായിരുന്നു. റൊമാൻസാണ് ആളുകൾക്ക് എനിക്ക് നൽകിയത്. ഞാൻ കുറെ മാറാൻ ശ്രമിച്ചു. സിനിമയിൽ എനിക്ക് നല്ല സമയമുണ്ടായിരുന്നു. പിന്നീട് മോശം സമയവുമുണ്ടായി. അത് തിരിച്ചറിഞ്ഞേ പറ്റൂ. ഒരു കാലഘട്ടത്തിൽ ഹിറ്റുകളുണ്ടാക്കിയ സംവിധായകർക്ക് ഇന്ന് ഹിറ്റുണ്ടാക്കാൻ പറ്റുന്നില്ലല്ലോ. മമ്മൂക്കയുമായി ആദ്യം പരിചയമൊന്നുമില്ലായിരുന്നു. പടയോട്ടത്തിൽ അഭിനയിക്കുമ്പോൾ ആദ്യം സംസാരിച്ചിരുന്നില്ല. പിന്നെ പതുക്കെ മമ്മൂക്ക വളരെയായിട്ട് അടുത്തു. പണ്ട് കാലത്ത് സംവിധായകരെ ആശ്രയിച്ചാണ് ആക്ടേഴ്സ് പോകുന്നത്. ചിത്രത്തിന്റെ കഥയൊന്നും ചോദിക്കാറില്ല. ഇപ്പോൾ അതല്ല സ്ഥിതി. സിനിമയിൽ എൻ്റെ തുടക്കം ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. അന്നത്തെ എൻ്റെ വിജയം ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. ഒരാളുടെ ജീവിതത്തിൽ ഉയർച്ചയും താഴ്ചയും ഉണ്ടാകും. എവിടെയെങ്കിലും തിരിച്ചുവരവും ഉണ്ടാകും എന്ന് കരുതുന്നു. സങ്കടമില്ല. കാരണം ഞാനതിൽ നിന്നെല്ലാം മാറി നിന്നതാണെന്ന് ശങ്കർ പറയുന്നു.